നമസ്കാരം. ഇനി സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിലും ഡിജിറ്റൽ പേയ്മെന്റ് നടത്താനാകും. അതിനാൽ UPI സർക്കിൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഫോൺപേ. സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത മുതിർന്ന പൗരന്മാർ, കുട്ടികൾ, ജീവിത പങ്കാളി തുടങ്ങിയവർക്ക് UPI സർക്കിൾ ഏറെ ഗുണകരവുമാകും. അതായത് ഒരു ബാങ്ക് അക്കൗണ്ടിനെ മാത്രം ആശ്രയിക്കുന്ന കുടുംബത്തിനാണ് ഇതിലൂടെ പേയ്മെന്റുകൾ തടസ്സമില്ലാതെ നടത്താൻ അവസരം ഒരുങ്ങുന്നത്. UPI സർക്കിൾ എന്താണെന്നാൽ കുടുംബം, വിശ്വസ്തർ, സുഹൃത്തുക്കൾ എന്നിവരെ ചേർത്ത് UPI ഉപയോക്താവിന് ഒരു സർക്കിൾ ഉണ്ടാക്കാം. ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന UPI ഉപയോക്താവ് ആയിരിക്കും പ്രാഥമിക ഉപയോക്താവ്. മറ്റുള്ളവർ ദ്വിതീയ ഉപയോക്താവും ആയിരിക്കും. UPI ഇടപാടുകൾ നടത്താൻ പ്രാഥമിക ഉപയോക്താവിന് പരമാവധി 5 പേരെ അനുവദിക്കാം. ഇടപാടുകൾക്ക് പരിധി നിശ്ചയിക്കാനും ഇടപാടുകൾക്ക് അംഗീകാരം നൽകാനും പ്രാഥമിക ഉപയോക്താവിന് സാധിക്കും. ഇത്തരത്തിൽ UPI സർക്കിൾ ഉണ്ടാക്കുന്നതിനായി ആദ്യം UPI ആപ്പ് തുറന്ന് UPI സർക്കിൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആഡ് ഫാമിലി ഓർ ഫ്രണ്ട്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്തോ UPI ID നൽകിയോ സർക്കിളിൽ വിശ്വസ്തരെ നമുക്ക് ചേർക്കാം. തുടർന്ന് സർക്കിളിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഫോൺ നമ്പർ നൽകാം. ഈ വ്യക്തി നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ആളുമായിരിക്കണം. തുടർന്ന് ഇടപാട് പരിധി നിശ്ചയിക്കുന്നതിനുള്ള സ്പെൻഡ് വിത്ത് ലിമിറ്റ്, അപ്രൂവ് എവരി പേയ്മെന്റ് തുടങ്ങി 2 ഓപ്ഷനുകൾ ലഭിക്കും. ഇതിൽ ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. സ്പെൻഡ് വിത്ത് ലിമിറ്റാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ പ്രതിമാസ ചിലവ്, പരിധികൾ, അംഗീകാരം, അവസാനിക്കുന്ന തീയതി, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ കൂടി നൽകേണ്ടതുണ്ട്. ഇതെല്ലാം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ UPI പിൻ നൽകി പ്രക്രിയ നമുക്ക് പൂർത്തിയാക്കാം. ഡിജിറ്റൽ പേയ്മെന്റ് കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ നീക്കം. മറ്റ് UPI ആപ്പുകളിലും ഈ സൗകര്യം വൈകാതെ ലഭ്യമായേക്കും എന്നാണ് വിവരം.